ഞാൻ ബിജു പത്മനാഭൻ, സുശാന്ത് സെറാമിക്സ് പയ്യന്നൂർ. ഇന്നത്തെ ഹോം ടൂറിൽ ഞാനൊരു കിടിലൻ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പടന്നയിലുള്ള അബ്ദുള്ളക്കൻ്റെ വീടാണത്. വളരെ മനോഹരമായിട്ട് അതിഗംഭീരമായ രീതിയിൽ ഇൻറ്റീരിയറും ഡിസൈനും ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. നമുക്കൊന്ന് അബ്ദുള്ളക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് അബ്ദുള്ള കരീം, പടന്നയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ആംബർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിൻ്റെ ഉടമയാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, അതേപോലെ തന്നെ കേരള, ഇവിടെയൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഹോട്ടൽ ശൃംഖലയുടെ ഉടമയാണ്. വളരെ നന്നായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ അകത്തളങ്ങളൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ വളരെ ത്രിൽഡ് ആണ്. കാരണം ഇത്രയും മനോഹരമായൊരു വീടിൻ്റെ ടൈൽസുകൾ സപ്ലൈ ചെയ്യാൻ പറ്റിയതിൽ നിങ്ങൾക്ക് സുശാന്ത് സെറാമിക്സിന് വളരെ അഭിമാനമുണ്ട്. കാരണം അത്രയും നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീട്, വളരെ നല്ല ഫ്ലോറിങ് ചെയ്തിരിക്കുന്ന ഒരു വീട്, നല്ല ബാത്റൂംസ്. അപ്പോൾ റിയലി നമ്മൾ ആരും കൊതിച്ചു പോകുന്ന ഒരു വീടാണ് നമ്മുടെ അബ്ദുള്ളക്കൻ്റെ പടന്നയിലുള്ള ഈ വീട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൈൽ മാനുഫാക്ചറായ RAK സെറാമിക്സിൻ്റെ, ഇന്റർനാഷണൽ ബ്രാൻഡായ RAK സെറാമിക്സിൻ്റെ ബൊഹീമിയൻ ബീച്ച് എന്ന കാശ്മീരി ഫിനിഷിലുള്ള 6x4 ടൈലാണ് അബ്ദുള്ളക്കൻ്റെ വീട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടറിയാം, ശരിക്കും ഇറ്റാലിയൻ മാർബിളിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഫിനിഷും കളർ ടോണുമാണ് RAK ഈ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കാശ്മീരി ഫിനിഷ് എന്ന് പറയുന്നത് RAKയുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റാണ്. ഒരു ബീച്ച് ടോണിലുള്ള ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻസിലുള്ള ഒരു ടൈലാണ് ബൊഹീമിയൻ ബീച്ച്. സാധാരണ നമുക്ക് 6x4 ടൈലുകൾ 4mm സ്പേസറിട്ട് വിരിക്കേണ്ട ഒരു ഘട്ടം വരാറുണ്ട്. കാരണം ഇത്രയും വലിപ്പം കൂടുന്നതുകൊണ്ട്, ബെൻഡ് കൂടുന്നതുകൊണ്ട്. പക്ഷേ അതേസമയം നിങ്ങൾ ഈ ബൊഹീമിയൻ ബീച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിത് പേപ്പർ ജോയിൻ്റ് ആയിട്ട്, ജോയിൻ്റ് ലെസ് ആയിട്ടാണ്, ജോയിൻ്റ് ഫ്രീ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ജോയിൻറ്റ്സ്, എവിടെയും ആൻഡുലേഷൻസ് ഇല്ലാതെ, പൊങ്ങും താഴവും ചെയ്യാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ജോയിൻ്റ് ആണ് നമുക്ക് ഇതിൽ കാണാവുന്നത്. ഒരു പേപ്പർ ജോയിൻ്റ്, ഒരു ലൈൻ മാത്രമേ നമുക്കിവിടെ കാണാനുള്ളൂ. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻസ് ആണ്, ഡയമെൻഷണൽ ആക്യുറസിയാണ് RAK ഈ ടൈലുകൾക്ക് നൽകിയിരിക്കുന്നത്. എത്ര കാലം നിങ്ങൾ തുടങ്ങിയിട്ട്, വീടിന്റെ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലമായി? 3 വർഷം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈനിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ? വീടിനെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? നമ്മളെ മനോജ് എഞ്ചിനീയറിംഗ് അല്ലേ ഡിസൈനും കാര്യങ്ങളൊക്കെ? മനോജ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത്. നല്ലൊരു കണ്ടംപററി ഡിസൈനുള്ള വീട് തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആണ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യുന്നില്ല. വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ആ ഏരിയാസ് ഒക്കെ നല്ല നന്നായിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് പോലും വെറുതെ കളഞ്ഞില്ല. വേസ്റ്റ് ആയിട്ടുള്ള മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. 4500 സ്ക്വയർ ഫീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് ആയിട്ട് അത് ആ ഡിസൈൻ്റെ ഒരു പെർഫെക്ഷൻ ആണ് ശരിക്കും. ഇപ്പൊ ടൈലിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം എനിക്ക് തോന്നുന്നു ഇറ്റാലിയൻ മാർബിൾ ആണ് നോക്കിയെന്ന് തോന്നുന്നില്ല. ശേഷം പിന്നെ ഇത് ഈ ചെയ്ത വീട് അടുത്ത് കാണിച്ചു. അതെ അതെ, വേറൊരു വീട്ടിൽ നമ്മൾ ഇതേ ടൈല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടതിന് ശേഷമാണ് ഒന്ന് ഇറ്റാലിയൻ മാർബിൾ RAKയുടെയും ഖജാനയുടെയും ടൈലിലേക്ക് ഷിഫ്റ്റ് ആയത്. ശരിക്കും അതൊരു നല്ലൊരു പ്ലസന്റ് ഫീലിംഗ് കാണാനുണ്ട്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞത് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി വെച്ചാൽ നമ്മൾ 6x4 ടൈൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു RAKയുടെയും ഖജാരിയുടെ ഒക്കെ ഒരു ക്വാളിറ്റി അവർ എൻഷുർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൈലിട്ടാന്ന് പറഞ്ഞാലോ ടൈലാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ ഇപ്പൊ ഒരു 400-500 രൂപ സ്ക്വയർ ഫീറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇറ്റാലിയൻ മാർബിൾ കിട്ടൂ. ഇറ്റാലിയൻ മാർബിൾ ഇടാൻ തീരുമാനിച്ച കുറെ വീട്ടുകാർ വന്ന് നോക്കിയിട്ട് അവർ ഇത് മതിയെന്നില്ല ഈ കൺസെപ്റ്റിലേക്ക് പോയി. പുതിയ വീട് വെക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ടൈല് ഇത്ര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് മാർബിള് വേണ്ട നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇതില് പിന്നെ ശരിക്കും പറഞ്ഞാല് സ്റ്റെയിൻസ് വീഴില്ല, കറ പിടിക്കില്ല, പിന്നെ സ്ക്രാച്ചസ് വരില്ല. അപ്പൊ നമ്മളൊരു RAK അല്ലെങ്കിൽ ഖജാരിയെ പോലുള്ള ബ്രാൻഡഡ് കമ്പനികൾ എടുക്കുമ്പോൾ ഒരു ഗുണം അതാണ്. നമ്മുടെ ഒരു ലോങ് ലൈഫ് നമുക്ക് ടൈൽസിൽ കിട്ടും.
നല്ല ഷെയ്ഡുമാണ്. അതെ, അത് നമ്മൾ ഈ വാം ലൈറ്റുമായിട്ട് വളരെയധികം ചേർന്ന് പോകുന്ന ഒരു കളറാണ്. ഒരു ലൈറ്റ് ബീച്ച് കളർ എന്ന് പറഞ്ഞാൽ നമ്മള് വാം ലൈറ്റുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ലക്ഷറി ലുക്ക് നമുക്ക്. അതെ അതെ, അല്ല നമുക്ക് ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ലക്ഷറി ഹോട്ടലിലേക്ക് കയറുന്ന പോലെ നമുക്ക് തോന്നിയത്. ഹോട്ടലാണല്ലോ, ഹോട്ടലിലേക്ക് കയറുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ വീട് നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെയും ഒരു ലൈഫ് ടൈം സെറ്റ് ആണല്ലോ. അപ്പൊ അത് നമുക്ക് വീട് എടുത്തതിന് ശേഷം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ലിവിംഗ് റൂം ഫോയറിന്റെ ഭാഗമായി വരുന്ന ഒരു ഡബിൾ ഹൈറ്റ് എലിവേഷനുള്ള ഒരു ഏരിയ ആണത്. വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ ഹിമാലയൻ സെഡാർ എന്ന പേരിലുള്ള ഒരു വുഡൻ പാറ്റേണിലുള്ള ടൈൽസ് ആണ്. ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഹിമാലയൻ സെഡാർ, അതായത് ഹിമാലയൻ ദേവദാരു മരങ്ങളുടെ കളറിലും പാറ്റേണിലും ഉള്ള ഒരു ടൈലാണ് ഹിമാലയൻ സെഡാർ. ഇതൊരു പ്ലാങ്ക് സൈസിലുള്ള, അതായത് 200-1200 mm സൈസിലുള്ള പ്ലാങ്ക് സൈസിലുള്ള ടൈലാണ്. നമുക്കൊരു വുഡൻ ടൈലിൻ്റെ വുഡ് ഫ്ലോറിങ് ചെയ്തതുപോലുള്ള അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്കിതിൽ കാണാവുന്നതാണ്. ഒരു വുഡിൻ്റെ ഈവൻ നമ്മുടെ ഒരു ഈർച്ചവാളിൻ്റെ ആ ഒരു ലൈൻസ് പോലും ഇതിൽ വളരെ വിസിബിൾ ആണ്. വുഡിൻ്റെ പ്ലാങ്ക്സിനെ പോലെയുള്ള ഡ്രോബാക്സ് ഇതിനകത്തില്ല. കാരണം വെള്ളം കൊണ്ട് നമുക്ക് തുടക്കാവുന്നതാണ്, മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ വളരെയധികം ഈട് നിൽക്കുന്ന നല്ല ഒരു ഭംഗി തരുന്ന ടൈലുകളാണ് കജാരിയുടെ ഹിമാലയൻ സെഡാർ ടൈലുകൾ. അപ്പോൾ അതിന് ഇതിൽ ചെറിയൊരു പൂൾ ഏരിയ, ഒരു വാട്ടർ ബോഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കജാരിയുടെ തന്നെ റോക്കർ ബ്ലാക്ക് എന്ന പേരിലുള്ള ഒരു ലെപ്പാട്ടോ ഫിനിഷിലുള്ള ടൈലാണ്. ഫുൾ ബോഡി ലെപ്പാട്ടോ ഫിനിഷിലുള്ള ടൈലാണ് ഈ ഒരു ബോർഡർ ആയിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു ഫിനിഷ് കൂടെ ഈ ടൈലിന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വാട്ടർഫാൾ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ആണ്. നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു സ്ലോലി റൺ ചെയ്യുന്ന ഒരു വാട്ടർഫാൾ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഇത്രയും മനോഹരമായ ഒരു വീടിനെ പരിചയപ്പെട്ടു. പക്ഷെ ഇതിന്റെ സംവിധായകൻ ആരാണെന്ന് അറിയണ്ടേ? ഇതിന്റെ ആർക്കിടെക്ട് ആരാണ്? ഇതിന്റെ ഡിസൈൻ, ഇതിന്റെ കൺസ്ട്രക്ഷൻ, ഇതിന്റെ ഇന്റീരിയേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണ്. നമുക്ക് പരിചയപ്പെടാം. മനോജ്, ആർക്കിടെക്ട് മനോജ് ആണ് ഇതിന്റെ ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ. സാറ് പിന്നെ അബ്ദുൽക്കയുടെ സുഹൃത്താണെന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവരുടെ ജ്യേഷ്ഠനും രണ്ട് സുഹൃത്തുക്കളാണ്. ഹോട്ടൽ എന്നെ കുറെ ഹോട്ടലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം വെച്ച് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതിങ്ങനെ ഒരു കുടുംബം പോലെ നമ്മള് അതിന്റെ ബേസാണ് നമ്മൾ ഈ വർക്ക് വന്നപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഡിസൈൻ ചെയ്യാം, പ്ലാൻ വരയ്ക്കാം. അങ്ങനെ എന്നെ ഏൽപ്പിച്ചു. എന്റെ ഞാൻ പറയുന്നില്ല 100% എന്ന് പറയുന്നില്ല, അവര് തന്നെ എന്നോട് പറഞ്ഞത്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഡിസൈൻ സക്സസ് ആയി എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് കാണുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ ഇനിയുണ്ട് പ്രൊജക്ടുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഇത് പറയണം. കാരണം ഞാൻ ഉദ്ദേശിച്ച ഒരു ടീമിലുള്ള ഒരു ടൈലുകളും അതുപോലെ നിങ്ങളുടെ ടൈം കണക്കായിട്ട് തന്നെ നമുക്ക് എത്തിച്ചേരുന്ന ഇതും എല്ലാം കൊണ്ടാണ് ഈ വീടൊക്കെ ഇത് മനോഹരമായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ്മയുണ്ട്, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും കൂട്ടായ്മയുണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ സഹായിക്കുന്ന ഇവരുടെ വീട്ടുകാരും അതുപോലെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാ ഡിസൈൻസും യെസ് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ സക്സസ്. അതിലൊക്കെ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മള് മനോജിനെ വിട്ടുകൊടുത്തതാണ്. അപ്പോ കംപ്ലീറ്റ് ക്രെഡിറ്റ് മനോജിനാണെന്ന് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഹോട്ടൽസ് അല്ലേ? അതിലൊക്കെ എനിക്കൊന്ന് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കേരളത്തിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. എനിക്ക് എന്ന് വെച്ചാൽ എനിക്കിതില് അത്രയും ഇംപ്രസീവ് ആയിട്ട് തോന്നുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം കറക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആയിട്ട്
ടൈലാവട്ടെ, ഇന്റീരിയറിന്റെ മറ്റുള്ള കളേഴ്സ് ആവട്ടെ, ഫർണിച്ചേഴ്സ് ആവട്ടെ, എല്ലാം ഒരു കറക്റ്റ് ബ്ലെൻഡിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരു ലക്ഷറി, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്കും നന്നായിട്ട്, അത്രയ്ക്കും മനോഹരമായിട്ട് ഡിസൈനും കൺസ്ട്രക്ഷനും ഇന്റീരിയറും ബ്ലെൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ മനോജ് സാറിന്റെ സ്ഥാപനം ക്രാഫ്റ്റ സെൻസ് ഓഫ് ഡിസൈൻസ് ആണ്. ക്രാഫ്റ്റ സെൻസ് ഓഫ് ഡിസൈൻ ആണ്. ഇതിനൊരാണുള്ളത്, ഇതിലാണ് ഓഫീസ് ഉള്ളത്. പാഷ്യോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ബെഡ്റൂമിൽ നിന്ന് നമുക്ക് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി സീറ്റിംഗ് വ്യൂ ഉണ്ട്. കയറി ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് എനി ടൈം എവിടെ കഴിഞ്ഞാൽ നമുക്കൊരു വൈബ് കിട്ടുന്ന രീതിയിലാണ്. അതുപോലെ ഇതെല്ലാം കൂടി മിക്സായി കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതിൽ ചെയ്തിരിക്കുന്നത് ടൈലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നല്ല ബെസ്റ്റ് ഒരു ക്വാളിറ്റി ടൈലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇത് കജാരിയുടെ ഹിമാലയൻ സഡാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ടൈലാണ്. അതെ അതെ അതെ, നന്നായിട്ടുണ്ട്. അത് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു, അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ അതോടെ നാച്ചുറൽ സ്റ്റോൺ ടൈല് അത് എന്നോട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നൊരു രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ ലാറ്ററൈറ്റ് സ്റ്റോണിന്റെ രീതിയിലുള്ള ടൈലാണ്. അത് സെയിം ടെക്സ്ചർ വരുന്ന സെയിം കളർ ടോണിലുള്ള ടൈലുകളാണ് ഇത്. ഇത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടുന്ന് ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫേഷ്യോന്റെ വ്യൂ ഇവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ബൊഹീമിയൻ ബീച്ച് ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബൊഹീമിയൻ ബീച്ച് ടൈലിൻ്റെ കളർ ടോണിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടീക്ക് ഫർണിച്ചറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഓരോ മൈന്യൂട്ട് കളർ ടോണുകൾ പോലും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇത് ഈ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ്. ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് കജാരിയുടെ കേപ്പ് ഗ്രിസ് എന്ന പേരിലുള്ള ടൈലാണ്. 4:2 സൈസിലാണ് ഈ ടൈല് വരുന്നത്. ഒരു ഗ്രേ ടോണിലുള്ള ഒരു റെസ്റ്റിക് ടോണാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഈ കയറി ചെല്ലുന്ന ഏരിയയിലും ഫസ്റ്റ് ഫ്ലോർ മുഴുവനായും ആറക്കയുടെ ബൊഹീമിയൻ ബീച്ച് തന്നെയാണ് ഉപയോഗിച്ചത് അല്ലേ? വളരെ നന്നായിട്ടുണ്ട് ഈ ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇത് ആറക്കയുടെ ഒരു സ്പെഷ്യൽ ഫിനിഷാണ്. കാശ്മീരി ഫിനിഷ് എന്ന് പറഞ്ഞൊരു പുതിയ ടൈൽസിൽ തന്നെ ഒരു പുതിയ ട്രെൻഡായി വരുന്ന ഒരു ഫിനിഷാണ്. കാരണം മാറ്റും അല്ല, എന്നാലും ഗ്ലോസി അല്ല. അതെ, ലൈറ്റിന്റെ റിഫ്ലക്ഷൻസ് 0 റിഫ്ലക്ഷൻ ആണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണ്. ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ബൊഹീമിയൻ ബീച്ചിന്റെ 6:4 ടൈല് തന്നെയാണ്. അപ്പോൾ ആ ടൈലിന്റെ കളർ ടോണിനോട് ചേർന്ന രീതിയിലാണ് മറ്റുള്ള വാളിന്റെ പെയിന്റ് ആവട്ടെ, ഫർണിച്ചേഴ്സ് ആവട്ടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
കിച്ചണിലും നമ്മൾ ഈ സെയിം ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരുന്നു അല്ലേ? ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ വരെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് കജാരിയുടെ റോയൽ കോട്ട്സ് അല്ലേ? കുറച്ച് ബെറ്റർ സാധനം, നമ്മൾ കുറെ അന്വേഷിച്ചിട്ട് നല്ലൊരു സാധനം കിട്ടിയത് കജാരിയുടെ റോയൽ കോട്ട്സ് ആണ്. അതെ അതെ. അതിന്റെ ഫിനിഷിങ് കാര്യങ്ങൾ നന്നായിട്ടുണ്ട്. ചെയ്തിട്ട് ഒരു 45 ഡിഗ്രി സെറ്റാക്കി അതിന്റെ ഒരു തിക്നെസ് കൂട്ടിയിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്തു. ശരിക്കും ആ ടൈലും ടോപ്പും എല്ലാം ഒരു അതെ അതിന്റെ കബോർഡിന്റെ കളറും എല്ലാം ഒരു ബ്ലെൻഡായിട്ട് വരുന്നുണ്ട്. സാധാരണ രീതിയിൽ ആൾക്കാർ കിച്ചണിലേക്ക് ഏറ്റവും മോശം ടൈലാണ് സെലക്ട് ചെയ്യുക. ഇത് ശരിക്കും നമ്മുടെ ലിവിംഗ് റൂമിൽ ഉപയോഗിക്കുന്ന അതേ ടൈല് തന്നെയാണ് കിച്ചണിലേക്ക് കൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ ഒരു നല്ലൊരു ലക്ഷറി ലുക്ക്. ഏരിയ കമ്മിയായിട്ട് തോന്നും. ഓക്കെ ഓക്കെ. സ്പേഷ്യസ് ആയിട്ട് തോന്നും ഈ രീതിയിൽ. സെയിം അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മനോജ് സാർ പറഞ്ഞ പോലെ നമ്മൾ കിച്ചൺ സ്ലാബിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ റോയൽ കോട്ട്സ് എന്ന് പറയുന്ന ഫുൾ ബോഡി ടൈലാണ്. ഇത് 8 ഫീറ്റ് ലെങ്ത്തും 2.5 ഫീറ്റ് വിഡ്ത്തിലുമാണ് വരുന്നത്. ഇതിന് 15 mm തിക്നെസ് ഉണ്ട്. ഇത് ഫുൾ ബോഡി ടൈലുകളാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ സ്റ്റെയിൻ അബ്സോർഷൻ വളരെ കുറവാണ്, വളരെ മിനിമം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സ്ക്രാച്ചസ്, നമ്മൾ കത്തിയൊക്കെ ഇട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്താൽ പോലും ഇതിൽ സ്ക്രാച്ചസ് വീഴുന്നില്ല. 8 ഫീറ്റ് ലെങ്ത്തിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് കജാരിയുടെ ഈ ഇത്തരം സ്ലാബുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രൈസും കൂടി ഇല്ലത്. റീസണബിൾ പ്രൈസിൽ പ്രൈസിംഗ് ആണ്. അതെ അതെ. തിക്നെസ്സുള്ള ടൈലുകൾ ഉപയോഗിച്ചുള്ള ഡൈനിങ് ടേബിളാണ് ഇപ്പോഴത്തെ മാർക്കറ്റിലെ ഏറ്റവും പുതിയ ട്രെൻഡ്. അത് നമുക്ക് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് ആവാം അല്ലെങ്കിൽ വുഡ് ആവാം. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള 15 mm തിക്നെസ്സിലുള്ള ടൈലുകളാണ്. ഇത് കജാരിയുടെ കാശ്മീരി മാർഫിൽ എന്ന് പറയുന്ന ഇറ്റാലിയൻ ഹോണ്ട് ഫിനിഷിലുള്ള 6x4 സൈസിലുള്ള ടൈലാണ്. ഇതിന് 15 mm തിക്നെസ് ഉണ്ട്. വളരെ സ്മൂത്ത് ഫിനിഷാണ്. അതായത് ഗ്ലോസി അല്ല, എന്നാൽ റഫ് മാറ്റും അല്ല. നമ്മുടെ ഒരു ബട്ടർ ഫിനിഷ് അഥവാ ബേബി സ്കിൻ ഫിനിഷ് എന്ന് കൂടെ ഇതിനെ വിളിക്കാറുണ്ട്. വളരെ മനോഹരമായിട്ട് ഒരു സിംഗിൾ പീസിൽ 6x4 സൈസിലുള്ള ഒരു സിംഗിൾ പീസിലുള്ള ഡൈനിങ് ടേബിളാണിത്. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ ക്വാളിറ്റിയോട് കൂടി എലഗൻറ്റ് ലുക്കിൽ നമുക്ക് ഡൈനിങ് ടേബിൾസ് ഉണ്ടാക്കാന്നുള്ളതിന് ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് അബ്ദുല്ലക്ക ഇവിടെ ഈ ടൈൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ചെയ്തിരിക്കുന്നത് കജാരിയുടെ കാശ്മീരി മാർഫിൽ ഇറ്റാലിയൻ ഹോണ്ട് ഫിനിഷിലുള്ള ടൈലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്കൊരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫീലും ഫിനിഷിങ്ങും തരുന്ന ടൈലുകളാണ്. ഇത് 15 mm തിക്നെസ്സിലാണ് വരുന്നത്. ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ സ്മൂത്ത് ഫിനിഷാണ്. നമ്മുടെ ഒരു ചെറിയൊരു കുട്ടിയുടെ സ്കിന്ന് പോലെ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ ഫിനിഷിലുള്ള ടൈലുകളാണ് ഈ ഇറ്റാലിയൻ ഹോണ്ട് ഫിനിഷ് ടൈലുകൾ. ഇത് 15 mm തിക്നെസ്സിലാണ് വരുന്നത്. വളരെ ഒരു ലൈറ്റ് ബീജ് ടോണിലുള്ള ടൈലുകളാണ്. നമ്മുടെ കാലുകൾക്ക് വളരെ സുഖകരമായ ഒരു അനുഭവമാണ് ഈ ടൈലുകളിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അബ്ദുൽ, എന്നാലും താങ്ക് യു. നമ്മുടെ സുശാന്ത് സെറാമിക്സിനെ ചൂസ് ചെയ്തതിൽ വളരെയധികം നന്ദി.